ഹലോ ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തോടൊക്കെ പഠിഞ്ഞു, തിരിക്കാനും പഠിഞ്ഞു. എന്ത് വണ്ടിട്ട് സൈക്കിള് എന്താ പഠിഞ്ഞു ഇപ്പൊ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്താ പഠിഞ്ഞറിയോ? വെരി മക്കളെ വെരി. ഈ സൈക്കിളിന്റെ രണ്ട് ഭാഗം ഇവിടെ ഒറിജിനില്ലേ ഇവരൊക്കെ അത് പോയി തിരിക്കാനും പറ്റണ്ടേ, ഞാൻ കാണിച്ചതാ. ഇപ്പൊ കുട്ടിക്ക് പഠിഞ്ഞു. ഇനി സൈക്കിളിൽ കാറ്റ് കമ്മിയാണ് ബാക്കത്തേല്, അത് അതിലില്ലേ ചപ്പണുണ്ട് ടയർ. ആദ്യം നമുക്കൊന്ന് നോക്കി വെക്കാം. ഇങ്ങനൊക്കെയാണ് പഠിക്കണ്ട്. കുറച്ചും കൂടി വലുതാവട്ടെ, മറ്റന്നാ നമുക്ക് കല്യാണം ഉണ്ട്. ഒരു മിനിറ്റ്, ഞാൻ സ്കൂട്ടി ഒന്ന് മാറ്റട്ടെ, എന്നാലേ കാണുള്ളൂ കേട്ടോ. ആ ഓടിച്ച സ്കൂട്ടി മാറ്റി ഓടിച്ച. ആ എന്നാലും ചെരിക്കുമ്പോ കുഴപ്പമില്ല. മറ്റേ വരയണില്ല. ആ അതുകൊണ്ട് നന്നായിട്ട് റസീനമ്മ വരേണ്ട ആവശ്യമല്ല. അടിപൊളിയായിട്ട്. എന്നാലും മറ്റേ ആ ഒച്ച കേൾക്കുമ്പോൾ എനിക്ക് പേടിയാ വരുന്നു അല്ലേ. അടിപൊളി. എന്നാലും 3 ദിവസം കൊണ്ട് ശരിയാക്കിയില്ലേ അല്ലേ. ഇപ്പൊ ആ മറ്റേ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ ഇജ്ജ് ഇന്നലെ തന്നെ പഠിച്ചിരുന്നു കേട്ടോ. ആ കമ്പി ആ ടയറിൻ്റെ ആ സാധനം ഇല്ലാന്നുണ്ടെങ്കിൽ ഇജ്ജ് ഇന്നലെ തന്നെ പഠിച്ചിരുന്നു. പേടിയുണ്ട് അപ്പോൾ ഓടിക്കുമ്പോൾ ചെറുതായിട്ട് ഈ ചെരിക്കുമ്പോഴൊക്കെ. എന്താണ് പേടി? എന്തിന്? ആ ഞാൻ നടക്കല്ലേ, സൈക്കിളുമ്പല്ലേ. ആ ബ്രേക്കുമ്പോ പിടിക്കണൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ പേടിയുണ്ട് അല്ലേ. എന്തിനൊക്കെ കല്യാണം ഇടക്കിടക്ക് പറയും. അവിടെ വായ അവിടക്ക് പോയിട്ട് പറയാം. എന്നിട്ട് ആ നിഹാല് ആ കേക്കണില്ല പറ. അത് സൈക്കിൾ ലാൻഡ് ചെയ്യേ അങ്ങനെ അങ്ങോട്ട് ആ ചുമരുമ്പൊക്കെ കൊണ്ടുപോയി നിർത്ത്. മുട്ട പപ്സോ? ആരെ? അന്നെ? എന്ത് ഇങ്ങിട്ട് പോ ഉറക്ക പറക്കേ. അതല്ല ഇജ്ജ് പറയണേ കേക്കാനാ. ബാക്ക് എടുക്കണ്ടേ? എന്താ വിളിക്ക? ഉറക്ക പറയേ. അതെന്താ ഇറച്ചിയും പത്തിരി ഓനെ വിളിക്കാൻ കാരണം? മഹറേ എന്താണ്? ആ ഒരാൺകുട്ടിയല്ലേ ചാരുഷ്? അതെ. എൻ്റെ ചുരിദാറിൻ്റെ ബാക്കിൽ അതാ
ഇപ്പം എല്ലാവരും ഓടിക്കുമ്പോൾ ഭയങ്കര റോട്ടിൽ കൂടെ ഒക്കെ ഓടിക്കാനാട്ടോ ആഗ്രഹം മിന്നുവിന് അല്ലേ? ഇപ്പോൾ റോട്ടിൽ കൂടെ ഓടിക്കാനല്ല ആഗ്രഹം എനിക്ക്. നമ്മൾ പിന്നെന്താ സൈക്കിള് നിർത്തുമ്പോൾ എവിടെയെങ്കിലും ചുമരുമ്പോൾ ചാരി വെക്കണം, ചെരിച്ചിടരുത് കേട്ടോ. കുറേ നേരം സ്കൂളിട്ട് വന്നേക്ക് തുടങ്ങിയതാണ് ഓടിക്കണം. അപ്പം അങ്ങനെയാണ് പഠിഞ്ഞു അല്ലേ? സ്വന്തമായിട്ട് പഠിച്ചതാ അല്ലേ? നായ വരുന്നുണ്ടല്ലേ? അയ്യോ അതെ. ഏത് അത് പാൻറ് എങ്ങനെ മുന്നിക്ക് വരുന്നേ? പാൻറ് ആ അങ്ങനെ. നാളെ ക്രിസ്മസ് അല്ലേ? നാളെ ഇല്ല ഉച്ച വരെ തന്നെയൊക്കെ. സാധാ സമയം തന്നെ അല്ലേ? നാളെ ഏതാ ഡ്രസ്സ് ഇടുക? ആ ഫാൻറ്റും ടോപ്പ് ഇടുക? മതിയോ? ഞാൻ തെറ്റിപ്പിക്കാം, ഞാൻ ഇവിടെ ഇരിക്കല്ലേ. കൊതുണ്ട് കേട്ടോ. അന്നല്ല കടിക്കണം, ഇന്നേനെ അതിൻ്റെ മേലിക്കോ ഇന്ന അന്നെ കടിക്കണേ എങ്ങനെ? ഇങ്ങോട്ട് വായ കേക്കല്ല. ആ ഉറക്കം പറ. എടി റയ നിർത്ത്, റയ വണ്ടി നിർത്തോ. എന്താണ് ഞാനോട് ചോദിച്ചിട്ടോ? നിഹാൽ പറയാണ് കേട്ടോ, മഞ്ഞ റിസാന് മുട്ടല്ല വിളിക്ക. എന്താണ് താത്തണ്ടാണ് തിരിച്ച് ഓനെ ചെന്ന് വിളിക്കണ്ടറിയോ? പത്തിരി ഇറച്ചി മുട്ടയും പറഞ്ഞോ. ഇറച്ചി പത്തിരി. അപ്പൊ നിഹാലിനോട് വന്ന് പറയാണ്, അല്ല റിസാനോട് വന്ന്, ഇപ്പൊ നിഹാലിന്റെ കാര്യല്ലേ, റിസാനിനോട് വന്ന് പറയാണ്, എടി റയ ഇതെന്താ ഈ കോൺവെർസേഷൻ എഴുതണ മാതിരി ഇങ്ങനെ എടി റയ ഇജ്? അതെ, മിന്നുവെന്നല്ല, ഇങ്ങോട്ട് വാ. റയാമറിയെന്നാ വിളിക്ക. റയാ ലാസിയോ? പിന്നെ എന്തപ്പോ ഞാൻ എന്നോട് പറയാൻ വന്നു? അനക്ക് ക്ലാസ്സിലെ കമ്പനി നിഹാല അന്നെ അല്ല ആൺകുട്ടികളില് ആരുമില്ലേ? ലാസിമ അപ്പുറത്തെ ക്ലാസ്സിലല്ല, എൻ്റെ ക്ലാസ്സില്. ഇങ്ങോട്ട് വാ കേക്കട്ടെ. എൻ്റെ ഫ്രണ്ട് ആരാണ്? അങ്ങനൊന്നുമില്ല, ചെക്കന്മാരെന്നല്ല, കുട്ടികളിൽ ആരാ എൻ്റെ ഫ്രണ്ട്? ലാസിമ അപ്പുറത്തെ ക്ലാസ്സിലല്ലേ? തന്മയോ? അപ്പൊ പ്രാർത്ഥന പറഞ്ഞാ കേക്കൂലേ? പ്രാർത്ഥന സെൻസി അങ്ങനത്തെ. ഇത് മാത്രമേ ഡീസൻ്റ് ഉള്ളൂ.
പായ്മ കയറ്റാൻ പറ്റൂല. ഇപ്പം ചീത്ത അറിയട്ടെ അതിന് ഓട്ടായിട്ടുണ്ടെങ്കിൽ. ഓൾറെഡി ഓട്ടുണ്ട്. എന്താണ് എന്ത് റെഡി? പംച്ചും ഇങ്ങോട്ട് വാ, ഞാൻ കേൾക്കണില്ല. ആ ആ അങ്ങനെ ഹിന്ദുക്കുട്ടി എന്നൊന്നും പറയാൻ പാടില്ല. ഓളെ ഇഷ്ടാണെന്ന് നിഹാലിനോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പെണ്ണാണോ ചെക്കനാണോ നിങ്ങൾ പറയും. എന്ത് അനേ അനേ പെണ്ണ്? അപ്പൊ മുസ്ലിമാണോ? അങ്ങനെ പറയരുത് പറഞ്ഞില്ലേ ഞാന്. ഇജ്ജ് പറയണ കേക്കണില്ല. ഇജ്ജ് പോവല്ലേ സൈക്കിളായിട്ട്? പറ. എന്താണ് എന്താ പറഞ്ഞ? നിഹാലിനോട് ഞാൻ ചോദിക്കാണ്, എനിക്കില്ലേ എനിക്ക് റിസാനാണോ ബോയ് ഫ്രണ്ട്, ആസാനാണോ ബോയ് ഫ്രണ്ട്? ഞാനോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് നോക്കി. എന്താ ഓർത്ത് നോക്കി അറിയാം? ഇക്കെന്നെ അറിയില്ല, എന്നാലും അവനോട് ഞാൻ ചോദിച്ചു നോക്കി ഇതെന്താ ഓർത്ത് നോക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, നല്ല തള്ളാണല്ലോ. പുട്ട് ഉച്ചക്കും രാവിലെയും പുട്ടല്ലായിരുന്നു തിന്നത്? അതാ. വാ മതി ഓടിച്ചോ, ഞാൻ പോവാ. ഞാൻ പോണേണ്. ബ്രേക്ക് ഇല്ലല്ലോ. നോക്കട്ടെ. ഉണ്ടോ? ഞാനൊരു കാര്യം കാണിച്ചുതരാം. ഇതിമ്മ ഉണ്ടാക്കണം. ഇതിമ്മണ്ട് അയിമുണ്ട് അല്ലാണ്ട് ഞങ്ങണില്ല. അമർത്തി പിടിക്കേണ്ടി വരും. ഇനി ഇജ്ജ് അങ്ങനെ ഓടിച്ചോട്ട് ഞാൻ ഇവിടെ കസാലയിലിരിക്കാം. കുറച്ച് പണിയുണ്ട്.